എല്ലാ ഭക്തജനങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ചതുർത്ഥ സ്കന്ധത്തിൽ 24-ാം അധ്യായം നമ്മൾ ഇപ്പോൾ തന്നെ വായിച്ചതാണ് രുദ്രഗീതം. അപ്പോൾ ഇതിലൂടെ പറയുവാൻ അവസരം തന്ന ജയലക്ഷ്മി ടീച്ചർക്കും ലക്ഷ്മൺ മാമാവിനും ഭഗവാനും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ ധ്രുവന്റെ വംശത്തിൽ വന്ന പ്രാചീന വർഗീസ്, അദ്ദേഹത്തിന് 10 കുട്ടികൾ, എല്ലാവർക്കും ഒരേ പ്രത്യേകത. അപ്പൊ അവരോട് പ്രജാ സൃഷ്ടിക്കാൻ പറയുകയാണ്. അപ്പോൾ അവരെല്ലാം ഹരിഭക്തരായതുകൊണ്ട് സൃഷ്ടിക്ക് മുമ്പ് വലിയ തപസ് ചെയ്യുവാനായി സമുദ്രതീരം, പശ്ചിമ തീരത്തിലുള്ള സമുദ്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു മനോഹരമായ തടാകം കാണുന്നു. ആ തടാകത്തിൽ നിന്നും സ്വർണം ഉരുക്കി വെച്ച പോലെ തേജസ്വിയായ ഒരാൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ അത് പരമശിവനാണ് എന്ന് മനസ്സിലാക്കി ഇവരെല്ലാം അദ്ദേഹത്തെ നമസ്കരിക്കുന്നു. അപ്പോൾ അദ്ദേഹവും ഇവർ ഹരിഭക്തന്മാരാണല്ലോ എന്ന് മനസ്സിലാക്കി ഇവരോട് പറയുന്നു, നിങ്ങൾ പ്രജാസൃഷ്ടിക്കല്ലേ പോകുന്നത്, നിങ്ങൾക്ക് ഞാനൊരു ഉത്തമമായ സ്ഥലത്തെ പറഞ്ഞു തരാം. ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തപസ് ചെയ്തി എന്ന് പറയുക. അപ്പോൾ ഈ സ്തവം രുദ്രനാൽ പറയപ്പെട്ടത് വിഷ്ണുവിനെ പറ്റിയുണ്ട്. രുദ്രൻ ആരാണ്? വിഷ്ണു ഭഗവാന്റെ പ്രഥമ ഭക്തനാണ്. അതേപോലെ ഇത് നടന്നത് എവിടെയാണെന്ന് പറയപ്പെടുന്നു? നമ്മുടെ ഗുരുവായൂരിലെ തീർത്ഥകുളത്തിലാണ്. അപ്പൊ ഉപദേശിച്ചത് മമ്മിയൂരപ്പനും. അപ്പൊ അങ്ങനെ ധാരാളം പ്രത്യേകതകളുള്ള ഒരു വിശേഷപ്പെട്ട ഈ രുദ്രഗീതം എന്താണ് എന്നത് നമുക്ക് നോക്കാം. ഇതിൽ 47 ശ്ലോകങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ 11 ശ്ലോകം ഭഗവാന്റെ നിർഗുണ സ്വരൂപത്തെ പറയുന്നതാണ്. കമ്പൽ ശ്ലോകം ഉണ്ടെങ്കിൽ അതും എടുത്തിരിക്കാം. ഇപ്പൊ വായിച്ചു നിർത്തിയതിലേ ഉള്ളൂ. 33 തൊട്ട് 79 വരെയുള്ള ശ്ലോകം. ശ്രീ രുദ്രവാച സ്വസ്തയേ സ്വസ്തിരസ്തുവി ഭവതാം രാഗസാരാഗം സർവസ്മാത്മനേ നമഃ. സർവസ്മൈ ആത്മനേ നമഃ. എല്ലാവരിലും ആത്മാവായിരിക്കുന്ന ഭഗവാന്, എല്ലാവരിലും അന്തര്യാമിയായിരിക്കുന്ന ഭഗവാന് നമസ്കാരം. അങ്ങ് ആനന്ദ സ്വരൂപനാണ്. ആത്മാന്വേഷികൾക്ക് അങ്ങ് ആനന്ദത്തെ തരാൻ വേണ്ടി തന്നെയാണ് വർത്തിക്കുന്നത്. അതുകൊണ്ട് സ്വസ്തി അസ്തുമേ, സ്വസ്തി അസ്തുമേ, എനിക്കും ആ സ്വസ്തിയെ, ആ ആനന്ദത്തെ തരണമേ എന്ന് ആദ്യം ഭഗവാനെ നമസ്കരിക്കുന്നു. ഇങ്ങനെ പൊതുവായി നമസ്കരിച്ച ശേഷം വിശേഷ രൂപേണ അടുത്ത 10 ശ്ലോകങ്ങളിൽ ഭഗവാനെ ഈ പ്രപഞ്ചത്തിൽ ഏതേത് രൂപത്തിൽ നാം കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്മരിക്കുന്നു. അപ്പൊ വാസുദേവായ, അപ്പൊ ആദ്യം പറയുന്നത് വാസുദേവൻ, അതായത് ചതുർരൂപം. വാസുദേവൻ, പ്രദ്യുമ്നൻ, സംകർഷണൻ, അനിരുദ്ധൻ എന്നിങ്ങനെ 4 രൂപത്തിൽ. വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോധിഷേ, ചിത്രത്തിൽ വാസുദേവനായി സ്വരോധിഷേ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ വാസുദേവനായിക്കൊണ്ട് നമസ്കാരം. സംകർഷണായ സൂക്ഷ്മായ ദുരന്തായ സംകർഷണൻ, അഹങ്കാരത്തിന്റെ അധിഷ്ഠാന ദേവതയായ സംകർഷണന്, ദുരന്തായ അന്ധകാരൻ, അങ്ങേക്കൊരു നാശം എന്നുള്ളതില്ല. പക്ഷെ എല്ലാവർക്കും അദ്ദേഹം അന്ധകനാണ്. പ്രളയ സമയത്ത് മുഖത്തിൽ നിന്നും അഗ്നി വമിച്ചുകൊണ്ട് എല്ലാത്തിനെയും നശിപ്പിക്കുന്ന സംഘർഷനായിക്കൊണ്ട്. പിന്നെ നമോ വിശ്വപ്രബോധായ പ്രദ്യുമ്നായ ആത്മനെ, വിശ്വപ്രബോധായ, വിശ്വത്തിന്റെ തന്നെ ബോധമായ, അതായത് കോസ്മിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്, അങ്ങനെ ബോധമായിട്ടും പ്രപഞ്ചത്തിന്റെ ബോധമായിട്ടും നമ്മുടെ ഉള്ളിൽ ബുദ്ധിയായിട്ടും ഇരിക്കുന്ന പ്രദ്യുമ്നനെ നമസ്കാരം. നമോ നമോ അനിരുദ്ധായ ഋഷികേശേന്ദ്രിയ ആത്മനെ, ഋഷികങ്ങൾ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ ഈശ്വരൻ. അങ്ങനെ ഇന്ദ്രിയങ്ങളെ നയിക്കുന്നതൊക്കെ പ്രേരിപ്പിക്കുന്നത് മനസ്സാണ്. അപ്പൊ ആ മനസ്സിന്റെ അധിഷ്ഠാന ദേവതയായ അനിരുദ്ധന് നമസ്കാരം. അങ്ങനെ ഇവരെ പറഞ്ഞ ശേഷം പറയുന്നു, സൂര്യരൂപത്തിലിരിക്കുന്ന ഭഗവാന് നമസ്കാരം, ചന്ദ്രരൂപത്തിലിരിക്കുന്ന ഭഗവാന് നമസ്കാരം. പിന്നെ പഞ്ചഭൂതങ്ങളെ പറയുന്നു, അഗ്നിസ്വരൂപത്തിലുള്ള ഭഗവാന് നമസ്കാരം. പിന്നെ സകല ജനങ്ങൾക്കും തൃപ്തിയെ തരുന്ന രസരൂപത്തിൽ, ജലരൂപത്തിലിരിക്കുന്ന ഭഗവാന് നമസ്കാരം. പിന്നെ പറയുന്നു, എല്ലാ ശരീരങ്ങളുടെയും ശരീരമായിരിക്കുന്ന ഭൂമി രൂപത്തിലുള്ള ഭഗവാന് നമസ്കാരം. പിന്നെ
വായുരൂപത്തിൽ, അതായത് നമ്മളുടെ ശരീരം, ഇന്ദ്രിയം, മനസ്സ് ഇതിനെല്ലാം ശക്തിയെ തരുന്നത് പ്രാണനാണ്. അങ്ങനെ ആ പ്രാണനായി വായു സ്വരൂപത്തിൽ ഇരിക്കുന്ന ഭഗവാന് നമസ്കാരം. പിന്നെ നമ്മുടെ ഉള്ളിലും പുറത്തും സ്പേസ് ആയി ആകാശമായി വർദ്ധിക്കുന്ന ഭഗവാന് നമസ്കാരം. ഇങ്ങനെ പഞ്ചഭൂതങ്ങളെ പറഞ്ഞ ശേഷം ധർമ്മരൂപത്തിലുള്ള ഭഗവാന് നമസ്കാരം, ധർമ്മരൂപത്തിലുള്ള നമസ്കാരം, പിന്നെ ഞാൻ ഒരിക്കലും കുറവില്ലാത്ത ആ കൃഷ്ണരൂപത്തിലുള്ള ഭഗവാന് നമസ്കാരം. ഇങ്ങനെ 11 ശ്ലോകങ്ങളെ പറഞ്ഞു കഴിഞ്ഞു. ഇത് നിർഗുണ രൂപം. ഈ സഗുണ രൂപത്തിനെ പറയുകയാണ് ഭഗവാനെ. ദർശനം ഭാഗവതാർച്ചിതം രൂപം വേദനം സ്വാനം സർവേന്ദ്രിയഗുണാന്തരം. സർവ ഇന്ദ്രിയങ്ങൾക്കും സന്തോഷത്തെ തരുന്ന ആ രൂപത്തെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണമേ. നിസ്തപ്രാവൃത്തനശ്യാമം സർവസൗന്ദര്യ സംഗ്രഹം ശാർവായുധ ചതുർഭാഗം സുജാതരുചിരാനനം. നിസ്തപ്രാവൃത്തനശ്യാമം, നല്ല മിനുസമുള്ള കാലവർഷം മേഘം, ആ മേഘം പോലെ ശ്യാമ നിറത്തിലുള്ള ഭഗവാൻ. സർവ സൗന്ദര്യ സംഗ്രഹം, എല്ലാ സൗന്ദര്യവും ഒത്തുചേരുന്ന രൂപം. ചാർവായുടെ ചതുർഭാഗം, നീളത്തിലുള്ള 4 കൈകൾ. സുജാത രുചിരാനനം, നല്ല ഭംഗിയുള്ള രൂപം. ഇങ്ങനെയുള്ള എല്ലാം ഉള്ള ഭഗവാൻ. പിന്നെ ഓരോ അംഗങ്ങളെ പ്രത്യേകം പറയുന്നു. താമര പോലുള്ള കണ്ണുകൾ, നല്ല ചിരിച്ചുകൊണ്ട് ഭക്തന്മാരോട് ഭീതിയോടുകൂടി ചിരിക്കുന്ന കണ്ണുകൾ, പിന്നെ സിംഹം പോലെ ഉയർന്ന തോളുകൾ, ആ കഴുത്തിന്റെ ഭംഗി കൊണ്ട് ആ കൗസ്തുഭം ശോഭിക്കുന്നു. അതുപോലെ ആ ലക്ഷ്മി വിട്ടുപിരിയാത്ത മാറിടം ഏതുപോലെ ഇരിക്കുന്നു? ഉരകല്ല്, സ്വർണ്ണരേഖയുള്ള ഉരകല്ല് പോലെ അതിനേക്കാളും ശോഭിക്കുന്ന ഭഗവാന്റെ മാറിടം. ഭഗവാന്റെ ഉദരം, അത് ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ മുകളിലേക്ക് താഴേക്ക് പൊങ്ങി കാണുമ്പോൾ ആലില പോലുള്ള ആ വയറ്, അതിലെ 3 മടക്കുകൾ അതിനെ ചലിക്കുന്നു. പിന്നെ ചുഴി പോലുള്ള നാവി, അതിന്റെ ആഴം കണ്ടാൽ അതിശയിക്കുന്നു. ഇതിൽ നിന്നാണല്ലോ ആ പ്രപഞ്ചം വന്നത്. തിരിച്ച് ഈ പ്രപഞ്ചത്തിന് ഇതിൽ കൂടി തന്നെ വലിക്കാനാണോ എന്ന് തോന്നുവാനുള്ള നാവി. പിന്നെ ആ വിരുദ്ധഭാഗത്തിന്റെ ഭംഗിയോ, അത് നല്ല മിനുസമുള്ള കറുത്ത നിറത്തിൽ അതിന്റെ മുകളിലുള്ള, അതുകൊണ്ട് അതിന്റെ മുകളിലുള്ള പട്ടാടിയും അരഞ്ഞാണവും എല്ലാം ശോഭിക്കുന്നു. പിന്നെ താമര പോലുള്ള പാദങ്ങൾ, അതിലെ ആ നഖ കാന്തി കണ്ടാൽ കാണുന്നവരുടെയെല്ലാം പാപത്തെ നീക്കുന്നു. ഇങ്ങനെയുള്ള ഭഗവാനെ, നിന്റെ രൂപത്തെ എനിക്ക് പ്രദർശന കാണിച്ചു തരൂ ഭഗവാനെ എന്ന് അങ്ങനെ ആ സഗുണ രൂപത്തെ വിവരിച്ചു. അത് കഴിഞ്ഞ് പറയുകയാണ്, ഇതിനു വേണ്ടിയാണ് ഈ രൂപത്തെ ഇങ്ങനെ ഇന്ദ്രിയം വിവരിച്ചത്. ആത്മശുദ്ധി അഭിപ്സതാ. വേദരൂപം അനുജ്ഞേയം. ജ്ഞേയം എന്ന് വെച്ചാൽ ധ്യാനിക്കപ്പെടേണ്ടത്. അനുജ്ഞേയം, തുടരെ ധ്യാനിക്കണം, വിടാതെ ധ്യാനിക്കണം ഈ രൂപത്തിനെ തന്നെ. ഇതിനു വേണ്ടി ആരൊക്കെ ആത്മശുദ്ധിയെ ആഗ്രഹിക്കുന്നുവോ ഇവരെല്ലാവരും ഇതിനെ ശ്രമിക്കണം, ഇതിനെ ധ്യാനിക്കണം. എന്തുകൊണ്ട്? ഭക്തിയോഗം മാത്രമേ നമുക്ക് ഭയമില്ലാത്ത സ്ഥിതിയെ തരിക. ഈ ഭക്തിയോഗം മാത്രമാണ്. ഭഗവാനെ മറ്റെല്ലാ വിധത്തിലും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഭക്തി കൊണ്ട് വളരെ വേഗത്തിൽ കിട്ടും. ഈവൻ ആ യമൻ കൂടി ഈ ഭഗവാനെ വിഷ്ണുഭക്തന്മാരെ കണ്ടുമ്പോൾ ഭയപ്പെടുന്നു. ഇത് നമ്മൾ അജാമിളന്റെ ചരിത്രത്തിൽ കണ്ടതാണ്. യമൻ പറയുന്നല്ലോ യമദൂതന്മാരോട്, വിഷ്ണുഭക്തന്മാരുടെ അടുത്ത് പോയേക്കരുത് എന്ന്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ അങ്ങനെ ഭക്തി വർദ്ധിക്കാൻ ധ്യാനം ചെയ്യണം എന്ന് പറഞ്ഞു. ഭക്തി ഉണ്ടാകാൻ എന്ത് വേണം? അതിന് സത്സംഗം തന്നെ വേണം. അതുകൊണ്ട് ആ സത്സംഗത്തിന്റെ പെരുമയെ ആ 57-ാം ശ്ലോകത്തിൽ പറയുന്നു. ഭഗവത് സംഗി സംഘസ്യ ഭഗവത് സംഗി സംഘസ്യ ക്ഷണ. ഒരു ക്ഷണം സംഗമം സാധുസംഗമം ഉണ്ടെങ്കിൽ തന്നെ, സത്സംഗം ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ അർത്ഥം ഒരു അരക്ഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അതുകൂടി സ്വർഗം അപുനർഭവം, സ്വർഗത്തെക്കാളും മോക്ഷത്തെക്കാളും ഒക്കെ മികച്ചതാണ് ഈ സത്സംഗം. അതുകൊണ്ട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഭഗവാനെ എനിക്ക് സത്തുപരമായുള്ള സത്സംഗത്തെ ഉണ്ടാക്കി തരുന്നത്. എന്തുകൊണ്ടാണ് ഈ സത്സംഗത്തെ ഇത്ര ഉയർവായി പറയുന്നത്? നമ്മൾ ഒരു സുഗന്ധം വിൽക്കുന്ന ഒരു കടയിൽ പോയി, അല്ലെങ്കിൽ ഒരു ചന്ദന ഫാക്ടറിയിൽ പോയി, അവിടെ നിന്ന് തിരിച്ചു വന്നാലും ആ സുഗന്ധം നമ്മുടെ ശരീരത്തിൽ തങ്ങി നിൽക്കും. അതുപോലെ നമ്മൾ സത്സംഗത്തിൽ ഭക്തന്മാരോടൊപ്പവും ആത്മാനീശ്വരോടൊപ്പവും ഇരിക്കുമ്പോൾ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാലും ആ പ്രഭാവം നമ്മളിൽ ഉണ്ടാകും. നമ്മൾ എത്ര
ദുർബല മനസ്കരാണെങ്കിലും ആ ആത്മപാതയിലേക്ക് നമ്മൾ നയിക്കപ്പെടും. അതുകൊണ്ടാണ് സത്സംഗം ഇത്ര മഹത്തരം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഭാഗവതത്തിൽ തന്നെ നാരദരുടെ കഥയെ കാണും. നാരദർ പറയും, ആദ്യ ജന്മത്തിൽ ഞാൻ ഒരു ഗന്ധർവനായിരുന്നു, അപ്പോൾ ഞാൻ അപമര്യാദയായി പെരുമാറിയത് കൊണ്ട് അടുത്ത ജന്മത്തിൽ ഒരു ദാസിയുടെ പുത്രനാണ്. പക്ഷെ അതിൽ സത്സംഗം കിട്ടാൻ യോഗമുണ്ടായി. അതുകൊണ്ട് അതിനടുത്ത ഒരു ജന്മത്തിൽ എന്തായി? ബ്രഹ്മാവിന്റെ തന്നെ പുത്രനാണ്. അപ്പൊ സത്സംഗം ഒരാളെ ഏതിൽ നിന്നും ഏതിലേക്ക് നയിക്കുമെന്ന് നോക്കൂ. അതുകൊണ്ട് അപ്പൊ ഈ സത്സംഗം കൊണ്ട് നമ്മുടെ ഉള്ളിൽ എന്താണ് പ്രഭാവം വരിക? അത് 59-ാം ശ്ലോകത്തിൽ പറയുന്നു. പുറത്തുള്ള വിഷയങ്ങളിലുള്ള ആ വിഭ്രമം അതൊക്കെ പോയി കിട്ടും. മനസ്സ് ശുദ്ധമായി വരും. കാമക്രോധ മോഹങ്ങളൊക്കെ വിലകി മനസ്സ് ശുദ്ധമാകുമ്പോൾ അവിടേക്ക് ആരാണ് കൂടി വരിക? ആ ഭഗവാൻ തന്നെ വന്ന് ഇരിക്കും. അങ്ങനെ ആ മനനശീലരായിട്ടുള്ളവരാണെങ്കിൽ ആ ഭഗവാന്റെ തത്വവും കഴിഞ്ഞു വരും. ഭഗവത് തത്വം കഴിഞ്ഞു വരും സത്സംഗത. ഈ ഭഗവത് തത്വം എന്താണ്? അത് 60-ാം ശ്ലോകത്തിൽ പറയുന്നു. വിശ്വം വിശ്വസ്മിന്നവബാധിയത് തത്വം ബ്രഹ്മ പരം ജ്യോതിഃ ആകാശം വികൃതം എത്ര ഇദം വിശ്വം യജ്ഞതേ. ഏതിലാണോ ഈ പ്രപഞ്ചം വിളങ്ങുന്നത്, അതായത് ഏതിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉരുത്തിരിഞ്ഞു വന്നത്, ഏതാണോ ഈ പ്രപഞ്ചം ആയത്, വിശ്വസ്മിൻ അവബാധിയത്. വിശ്വസ്മിൻ ഏത് അവബാധി, അങ്ങനെ ഉരുത്തിരിഞ്ഞു. ഏതിൽ നിന്നാണോ ഉരുത്തിരിഞ്ഞു വന്നത് അത് മാത്രമല്ല, ആ പ്രപഞ്ചത്തിന്റെ അകത്തും ചൈതന്യമായി ഏതൊന്നാണോ വർദ്ധിക്കുന്നത്. എല്ലാ പ്രാണികളിലും ചൈതന്യമായി, പ്രപഞ്ചത്തിലും പ്രാണികളിലും ചൈതന്യമായി ഇരിക്കുന്നത് ഏതൊന്നാണോ അതാണ് ആ ബ്രഹ്മം, ആ പരബ്രഹ്മം. അതാണ് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. ആകാശം പോലെ എല്ലാ സ്ഥലത്തും പരന്നിരിക്കുന്നത് എന്നുള്ള തത്വത്തെ നമുക്ക് മനസ്സിലാകും. അപ്പോ എത്ര ഇതം അപ്പൊ ഏതിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായത്? അപ്പൊ ബ്രഹ്മത്തിൽ നിന്നാണ്. അപ്പൊ ഭഗവാനാണ് ഈ പ്രപഞ്ചമായി ഇരിക്കുന്നത്. അപ്പൊ അതിന് ഉപയോഗിച്ച വസ്തു ഭഗവാനാണ്. അപ്പൊ നമ്മൾ സാധാരണ കാണുന്നത് എന്താ? ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടാക്കണമെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള സാമഗ്രി വേണം, അത് ഉണ്ടാക്കാൻ ഒരാൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഭഗവാനാണ് പ്രപഞ്ചമായതെങ്കിൽ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് വേറെ ഒരാളാണോ? അതല്ല, സൃഷ്ടാവും ഭഗവാൻ തന്നെ. അതുകൊണ്ടാണ് നാരായണ ഗുരു ദൈവദർശനത്തിൽ പറയുന്നത്, നീയല്ലോ സൃഷ്ടാവായതും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഭഗവാൻ തന്നെ പ്രപഞ്ചമായിരിക്കുന്നു, ഭഗവാൻ തന്നെയാണ് സൃഷ്ടിച്ചത് എന്ന് കാണിക്കുവാൻ വേണ്ടി ഭഗവാൻ എങ്ങനെ സൃഷ്ടിച്ചു അത് അടുത്ത 3-4 ശ്ലോകങ്ങളിൽ പറയുന്നു. അപ്പൊ നമ്മുടെ ശാസ്ത്രവും ഇതകാലവും പറഞ്ഞിരുന്നത് ഇങ്ങനെ ഒരു സഡൻ എക്സ്പ്ലോഷൻ കാരണമാണ്, അല്ലാതെ ഈ പ്രപഞ്ചത്തിന്റെ പിന്നീട് ശക്തി ഇല്ല എന്നാണ്. പക്ഷെ അവിടെയും ഇപ്പോ ഒരു സിദ്ധാന്തം വരുന്നുണ്ട്, ഫൈൻ ട്യൂണിങ് സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ശക്തി ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം ഫൈൻ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഗുരുത്വാകർഷണം, ഗ്രഹങ്ങളുടെ ചലനം, ഇതെല്ലാം കാര്യം സംഭവിച്ചതല്ല. ഇതിനെ ഈ ജീവൻ ആവിർഭവിക്കാനും ജീവൻ നിലനിർത്താനും വേണ്ടി ഏതോ ഒരു അജ്ഞാത ശക്തി ചെയ്തതാണ് എന്നുള്ള ഒരു സിദ്ധാന്തം ശാസ്ത്രത്തിലും വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഭാഗവതം വഴി ഈ പ്രപഞ്ചം എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ആദ്യം ഭഗവാൻ തന്റെ തന്നെ ഉള്ളിലുള്ള മായാശക്തിയെ കൊണ്ട് സൃഷ്ടിച്ചു. അപ്പൊ ആദ്യം മഹത്തത്വം, അതായത് ബുദ്ധിതത്വം ഉണ്ടാക്കി. അതിൽ നിന്നും അഹങ്കാരം, അതിൽ നിന്നും ഇന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ, ഇന്ദ്രിയങ്ങൾ, ദേവന്മാർ, പ്രാണിവർഗങ്ങൾ, ഇതെല്ലാം ഉണ്ടായി എന്ന് പറയുന്നു. അപ്പൊ അതിനുവേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു? അത് 64-ാം ശ്ലോകത്തിൽ സൃഷ്ടം സശക്തേതമനുപ്രവിഷ്ട ചതുർവിധം ബ്രഹ്മാത്മാംശേന അഥോ വിദുസ്തം പുരുഷം അങ്ങനെ സൃഷ്ടിച്ച ആ പ്രപഞ്ചത്തിൽ ഭഗവാൻ തന്നെ പ്രവേശിച്ചു. ചതുർവിധം പുരം, 4 വിധത്തിലുള്ള ശരീരങ്ങളെയാണ് സൃഷ്ടിച്ചത്. എന്നിട്ട് അതിൽ ഭഗവാൻ അന്തര്യാമിയായി. അപ്പൊ 4 വിധ സൃഷ്ടി ഏതാണ്? ജരായുജം എന്ന് വെച്ചാൽ പുരുഷനും സ്ത്രീയും ചേർന്ന് ഉണ്ടാകുന്ന ദേഹങ്ങൾ. അണ്ടായുജം, അണ്ടത്തിൽ നിന്നും ഉണ്ടാകുന്ന ദേഹങ്ങൾ. പിന്നെ ശ്വേതജം, വിയർപ്പിൽ നിന്നും ഉണ്ടാകുന്നവ, മൂട്ട, ഇതുപോലെ. പിന്നെ ഉദ്ഭിജം, അതായത് ഭൂമിയിൽ നിന്നും മുളച്ചു വരുന്നവ. ഇങ്ങനെ 4 വിധത്തിലുള്ള ശരീരങ്ങളെ ഉണ്ടാക്കിയ ശേഷം ഭഗവാൻ തന്നെ അതിൽ ചൈതന്യമായി പ്രവേശിച്ചു. ജീവാത്മാ എന്ന് പറയുന്നത്.
ഭൂതേ ഋഷികൈഹി, ഋഷികൈഹി ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഈ സുഖ ദുഃഖങ്ങളെയൊക്കെ അനുഭവിക്കുന്നത് ആ ജീവാത്മാവാണ്. മധു സാരകം യഹ, ഏതുപോലെ വണ്ട് പല പൂവുകളിൽ പോയി പേരിനെ രുചിക്കുന്ന പോലെയാണ് ഈ ജീവാത്മാവ് ശരീരത്തിൽ ഇരുന്ന് എല്ലാം രുചിക്കുന്നത്. പക്ഷേ നമ്മൾ എന്ത് വിചാരിക്കുന്നു? ഞാനാണ് ഇതെല്ലാം അനുഭവിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ വിചാരിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും ജ്ഞാനമരണങ്ങളിൽ കിഴണ്ടി വരും. പക്ഷേ ഏതൊരു രോഗിയാണോ ഇത് ആ ചൈതന്യമാണ്, ആ പുരുഷനാണ് ഇത് അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്, അവർ ജീവൻ മുക്തരായി വരും. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ അന്ധകരണം, ഇന്ദ്രിയങ്ങൾ എല്ലാം പ്രവർത്തിക്കുന്നത് അന്തര്യാമിയെ കൊണ്ടാണ് എന്ന് ഏതൊരാൾ മനസ്സിലാക്കുന്നുവോ അവരാണ് വേദത്തിന്റെ സാരാംശത്തെ ഗ്രഹിച്ചവർ. അങ്ങനെ അകത്ത് പുരുഷനായിരിക്കുന്നു, പുറത്ത് എന്തായിരിക്കുന്നു? അത് 65-ാം ശ്ലോകത്തിൽ അതായത് പുറത്ത് കാലശക്തിയായിരിക്കുന്നതും അങ്ങ് തന്നെ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഭൂതാനി ഭൂതരി ഭൂതങ്ങളെ, ആ സൃഷ്ടിച്ച പ്രാണികളെ മുഴുവൻ ഭൂതരി പഞ്ചഭൂതങ്ങളെ കൊണ്ട് തന്നെ, അത് ഭഗവാൻ സൃഷ്ടിച്ചത് തന്നെ. ഈ സൃഷ്ടിച്ച ശരീരങ്ങളെ മുഴുവൻ താൻ സൃഷ്ടിച്ച പഞ്ചഭൂതങ്ങളെ കൊണ്ട്, അതായത് ജലം കൊണ്ട് പ്രളയം ഉണ്ടാക്കി, അല്ലെങ്കിൽ വായു കൊണ്ട് സുനാമി കൊടുക്കാറ്റ്, അല്ലെങ്കിൽ ഭൂമിയെ കൊണ്ട് ഭൂമി ചലനം, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ആ പ്രാണിവർഗങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നു. അല്ലെങ്കിൽ ആ വ്യാധികളെ കൊണ്ട്, നമുക്ക് കഫം പിത്തം വായു അങ്ങനെയുള്ള ആ വ്യാധികളെ കൊണ്ട് അത് പഞ്ചഭൂതങ്ങളാൽ ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഈ സൃഷ്ടിയെ മുഴുവൻ നശിപ്പിക്കുന്നു. ഏതുപോലെ ഘനാവലി വായു ഘനാവലി, ആ മേഘങ്ങളെ ചണ്ടമാരുതൻ അടിച്ചു വർദ്ധിക്കും പോലെയാണ് ഈ കാലശക്തി നമ്മുടെ മേൽ വീഴുക. അപ്പോ ഈ മനുഷ്യൻ ഇതുവരെ മനസ്സിലാക്കുന്നുണ്ടോ? അവരിങ്ങനെ പ്രമത്തനായി വിശേഷാലസം എല്ലാ ഭാഗ്യ വിഷയങ്ങളിലും തന്നെ ഇത് ചെയ്താൽ സുഖമോ ഇത് ചെയ്താൽ സുഖമോ എന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലെ നടക്കുന്നു. അപ്പൊ ഭഗവാൻ എങ്ങനെയാണ്? അപ്രമത്തത, അന്ന് വളരെ സാവധാനനാണ്. സഹസാ അഭിപദ്യസേ, പെട്ടെന്ന് ചാടി വീഴുന്നു. സർപ്പം എലിയെ പിടിക്കുന്ന പോലെ, അതായത് ഒരു എലി കുറച്ച് ഭക്ഷണവസ്തുക്കളൊക്കെ കിട്ടിയിട്ട് സന്തോഷപൂർവ്വം തന്റെ മാളത്തിൽ വെക്കാൻ വേണ്ടി പാഞ്ഞു പോവുകയാണ്. അപ്പോഴാണ് നല്ല വിശപ്പുള്ള ഒരു പാമ്പ് ഇതിനെ കണ്ടിട്ട് ഇതിന്റെ മേൽ ചാടിയിട്ട് ഇതിനെ ഭക്ഷിക്കുന്നത്. ഇതേപോലെയാണ് നമ്മുടെ സ്ഥിതി. ഈ കാലം എപ്പോ വരുമെന്ന് അറിയില്ല. അതുകൊണ്ട് അടുത്തതിൽ പറയുന്നു, എന്തെങ്കിലും പണ്ഡിതൻ ഈ വിഷയങ്ങളെ അറിയുന്ന എന്തെങ്കിലും ആളുകൾ ആ ഭഗവാനെ ധ്യാനിക്കാതിരിക്കുമോ, പൂജിക്കാതിരിക്കുമോ? ഭഗവാൻ തന്നെ മാത്രമല്ലേ ശരണമുള്ളൂ നമുക്ക്. അതുകൊണ്ട് അഗത്തമസിനോ ബ്രഹ്മൻ പരമാത്മൻ വിവക്ഷിതാം വിശ്വം രുദ്രഭയഗ്രസ്തം അകുതരചിത്വയാഗതീ. അപ്പൊ ഈ വിശ്വം മുഴുവൻ രുദ്രഭയത്താൽ ഇങ്ങനെ ഗ്രസ്തമാണ്. അതുകൊണ്ട് അന്ന് മാത്രമേ ഞങ്ങൾക്ക് ഒരു ശരണമുള്ളൂ എന്ന് രുദ്രൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇതേ തന്നെ നമ്മളോട് പറയും അന്തേ നാരായണ സ്മൃതി. അപ്പൊ അന്ത്യകാലം എപ്പോ എന്നറിയില്ല, ഏത് സമയം വരുമെന്ന് അറിയില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ചിലപ്പോൾ ഇപ്പോ ഈ വരാഹ പുരാണത്തില് വരാഹമൂർത്തിയോട് ഈ ഭൂമിദേവി ചോദിക്കുന്നുണ്ട്, അപ്പൊ അന്ത്യകാലത്ത് ഒരാൾക്ക് ബോധമില്ല, അയാൾ ബോധമില്ലാതെ കിടക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ തൊണ്ടയിലെങ്കിലും കഫവും കടന്ന് നമുക്കപ്പോ ഭഗവാൻ നാമത്തെ പറയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ മറവി രോഗം വരാം. ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്താണ് ഗതി ഭഗവാനെ? അങ്ങനെയാണ് ആ സമയത്ത് വിളിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോ ഭഗവാൻ ഒരു വരാഹ ചരമ ശ്ലോകം എന്ന് പറഞ്ഞ് പ്രധാനപ്പെട്ട ശ്ലോകം പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ അതെന്താ പറയുന്നത്? സ്ഥിതേ മനസ്സി സുസ്വത്തെ ശരീരേ സതി യോനഃ. അതായത് നല്ല മനസ്സ് നല്ല കൺട്രോളിലിരിക്കുമ്പോൾ, ശരീരം നല്ല ആരോഗ്യമായിട്ടിരിക്കുമ്പോൾ, ധാതുസാമ്യേ സ്ഥിതി, നല്ല ധാതുക്കളൊക്കെ ശരീരത്തിൽ നന്നായിരിക്കുമ്പോൾ, അതായത് വ്യാധിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ, വിശ്വരൂപം ച മാ അജം. ആരാണോ ഞാനാണ് ഈ പ്രപഞ്ചമായിരിക്കുന്നത്, ഈ ജനനമരണങ്ങൾ ഇല്ലാത്ത എന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്, നന്നായിരിക്കുമ്പോൾ ആര് ഭഗവാനെ സ്മരിക്കുന്നുവോ തടസ്സം നിയമാണം തോ അവൻ മരണ ശരീരം കിടക്കുമ്പോൾ
കാഷ്ടപാഷാണ സന്നിധം. ചിലപ്പോ മരക്കട്ട പോലെ കിടക്കാം, ചിലപ്പോൾ കല്ല് പോലെ കിടക്കാം. അങ്ങനെ കിടന്നാലും അഹം സ്മരാമി മദ്ഭക്ത, ഞാൻ ആ ഭക്തനെ സ്മരിക്കാം. നയാമി പരമാം ഗതി, അവനെ പരമമായ ഗതിയിലേക്ക് ഞാൻ നയിക്കും. ഇത് നമുക്ക് വളരെ സമാധാനം തരുന്നതാണ്. ഇപ്പൊ പല അസുഖങ്ങൾ വരുന്നത് കൊണ്ട് അന്ത്യകാലത്ത് നമുക്ക് ഭഗവാനെ സ്മരിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ആരോഗ്യമുള്ളപ്പോൾ നിങ്ങൾ സ്മരിക്കൂ, എന്നാലേ ഞാൻ നിങ്ങളെ സ്മരിക്കുകയുള്ളൂ എന്ന് വിഷ്ണു ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രുദ്രൻ പറഞ്ഞു കൊടുക്കുന്നു, ഇതംഗപരഭദ്രമോ 69, ഇതംഗപരഭദ്രമോ വിശുദ്ധാനുബനന്ദനാക, നിബനന്ദനന്മാരെ ഇതിനെ നിങ്ങൾ എടുക്കുകയും നിങ്ങൾക്ക് മംഗളം വരും. സ്വധർമ്മം അനുഷ്ഠിച്ചോ ഭഗവത്ഭക്തിദാസിയാക, ഭഗവാനിൽ തന്നെ അർപ്പിച്ച മനസ്സോടുകൂടി സ്വധർമ്മത്തെയും ചെയ്തുകൊണ്ട് ഇതിനെ ജപിക്കുകയും എല്ലാ നിങ്ങളിലും എല്ലാ ജീവികളിലും ആത്മാവായിരിക്കുന്ന ആ ഭഗവാനെ നിങ്ങൾ സ്തുതിക്കൂ, ധ്യാനിക്കൂ, പൂജിക്കൂ. അസത്ര കളി, ആ കളിയെ എപ്പോഴും അങ്ങനെ ചെയ്യൂ. ഇതിന് യോഗാദേശം എന്നും ഒരു പേരുണ്ട്. അപ്പൊ ഈ യോഗാദേശത്തിനെ ആരൊക്കെ നന്നായി പഠിച്ച് മനസ്സിലാക്കി ഇതിനെ നിത്യം ജപിക്കുമ്പോ മുനിവ്രതന്മാരായിട്ട്, അതായത് ബ്രഹ്മചര്യം, ആഹാര നിയമം, ശരീരശുദ്ധി ഇതൊക്കെ പാലിച്ചുകൊണ്ട് ആര് ജപിക്കുന്നുവോ സമാഹിതീയനം, അതായത് ആ ബുദ്ധിയെ ഭഗവാനിൽ തന്നെ വെച്ചുകൊണ്ട് പുറത്തുള്ള വിഷയങ്ങളിൽ നിന്നെല്ലാം ആ മനസ്സിനെ പിൻവലിച്ച് ആരൊക്കെ ഭഗവാനിൽ തന്നെ അർപ്പിച്ച മനസ്സോടുകൂടി ഇതിനെ ജപിക്കുന്നുവോ അവർ ആ അവസാനം ആ വാസുദേവനിൽ തന്നെ ചെന്ന് നിന്നും. അപ്പൊ ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, ഭഗവാൻ പറയുകയാണ്. പണ്ട് ഞങ്ങളെല്ലാം ബ്രഹ്മാവിന്റെ പുത്രന്മാരാണത്. അപ്പൊ ഞങ്ങൾ പ്രജാസൃഷ്ടി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന സ്ഥലമാണ് ഇത്. ഇതിനെ ഞങ്ങൾ നല്ലവണ്ണം ജപിച്ച് തപസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ നല്ല നല്ല സൃഷ്ടികളെ ഉണ്ടാക്കി. അതുകൊണ്ട് നിങ്ങളും എങ്ങനെ ചെയ്യണം? കല്യുക്തായ പ്രാതകാലത്ത് എണീറ്റ് പ്രാഞ്ജലി കൈകൂപ്പിക്കൊണ്ട് ശ്രദ്ധയാണിത്, നല്ല ശ്രദ്ധയോടുകൂടി ശ്രാവയോ ചെല്ലുകയോ മറ്റുള്ളവരെ കേൾക്കുകയോ ചെയ്യുന്നവർ കർമ്മബന്ധനയും ഉച്ചതേ എല്ലാ കർമ്മബന്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നു. പരസ്യവും സത്പരമാത്മനസ്തവം ജപന്ത ഏകാഗ്രതീയ തപോമനത് സരദ്വമന്യേ തദ ആപ്സ്യതേക്ഷിതം. ഈ ഞാൻ പറയപ്പെട്ട ഈ ഗീതത്തിനെ ആരൊക്കെ ഏകാഗ്രമായുള്ള മനസ്സോടുകൂടി ഭഗവാനെ പരമാത്മാവിനെ വിചാരിച്ച് ഇതിനെ ചെയ്യുന്നുവോ അവരെല്ലാം ഈ ചിരമാസ്യത, എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അതെല്ലാം അവർക്ക് കിട്ടും. എല്ലാ കാമനകളും പൂർത്തി ചെയ്യുന്ന ഒരു സ്തവമാണ് ഈ രുദ്രഗീതം. അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും ജപിക്കുന്നത് നമുക്ക് സാധാരണമായ ഫലങ്ങളെ തരും. അതുപോലെ ആരൊക്കെ സന്താനമില്ലാതെ കഷ്ടപ്പെടുന്നു അവർക്കെല്ലാം സന്താനം ലഭിക്കും. എന്താണെന്ന് വെച്ചാൽ സിദ്ധിക്ക് പോകുമ്പോഴാണ് ഇത് ജപിച്ചു പാടുന്നത്. അതുകൊണ്ട് സന്താനം ലഭിക്കാൻ വളരെ നല്ലതാണ് ഈ രുദ്രഗീതം. അതുകൊണ്ട് ഇതിനെ ജപിച്ച് നമ്മളെല്ലാവരും അതിന്റെ പ്രയോജനത്തെ അടയണം. ഈ വാക്കുകളെ ഞാൻ ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു. നാരായണായേതി സമർപ്പയാമി.